ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനു. നിങ്ങളെ സ്വന്തം മനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ LSS എക്സാമിലെ CM കിഡ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു ദിവസം മാത്രമേ നമ്മളെ മുൻപിൽ ഇനി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റന്നാള് നമ്മൾ 26-ാം തീയതി നമ്മൾ എക്സാം ആണ്, സ്കോളർഷിപ്പ് എക്സാം ആണ്. നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം. അപ്പൊ എന്തായാലും നമ്മൾ പ്രിപ്പറേഷനിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നല്ലോണം എന്ത് ചെയ്യുക മക്കൾ, എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്ത് ചെയ്യുക, എന്റെ മക്കൾ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കാം. ഒരു കർഷകൻ ഒരു വയലിൽ നിന്ന് 3 ക്വിന്റൽ 75 കിലോഗ്രാം അരിയും മറ്റൊരു വയലിൽ നിന്ന് 2 ക്വിന്റൽ 50 കിലോഗ്രാം അരിയും കൊയ്തെടുത്തു. അപ്പോ എടുത്തതിന്റെ അളവ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്, എവിടെയാണ് എടുത്തത്? 3 ക്വിന്റൽ 75 കിലോഗ്രാം. അടുത്തതോ 2 ക്വിന്റൽ 50 കിലോഗ്രാം. അപ്പൊ ഇതാണ് കൊയ്തെടുത്തതിന്റെ അളവെന്ന് പറയുന്നത്. അദ്ദേഹം എത്ര കിലോഗ്രാം അരി കൊയ്തെടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. കിലോഗ്രാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം 3 ക്വിന്റൽ, ക്വിന്റൽ ഞാൻ ക്യൂ ആയിട്ട് ചുമ്മാ ഒന്ന് എഴുതുന്നുണ്ട്. 3 ക്വിന്റൽ 75 കിലോഗ്രാം. ഈ 3 ക്വിന്റൽ എന്ന് പറഞ്ഞാല് 75 കിലോഗ്രാം ഇതിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, 3 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആയിരിക്കും? ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അപ്പൊ 3 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആടാ? 300 കിലോഗ്രാം. ഈ 300 കിലോഗ്രാമും 75 കിലോഗ്രാമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 375 കിലോഗ്രാം. ഇതാണ് ആദ്യത്തെ വയലിലുള്ള അളവെന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വണ്ണിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ പേജ് എടുത്തിട്ട് ഒരുമിച്ച് അങ്ങ് എഴുതാം. അതാണ് കുറച്ചുകൂടി ആവാന്ന് തോന്നും. ഇപ്പൊ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാല് 375 കിലോഗ്രാം ആയി. ദെൻ സെക്കൻഡ് ഡേയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപേ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഡേയിൽ എത്രയാ? 2 ക്വിന്റൽ 50 കിലോഗ്രാം ആണ്. സോ 2 ക്വിന്റൽ 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 200 കിലോഗ്രാം ആണ്. 200 കിലോഗ്രാമും 50 കിലോഗ്രാമും കൂടെ ചേർന്നാൽ നമുക്ക് ആകെ എത്ര ഉണ്ടാവും? 250 കിലോഗ്രാം ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ആകെ എത്ര കൊയ്തെടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ഈ രണ്ടുപേരെയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 375 ഓക്കെ, 375 അതേപോലെ 250 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുവടാ? 5, 12, ബാക്കി 1, 6. 625 കിലോഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ടാവണം. 625 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷനിലൂടെ യെസ്, ഓപ്ഷൻ എ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ എ 625 കിലോഗ്രാം. നിങ്ങളോട് കിലോഗ്രാമിലെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കിലോഗ്രാമിലേക്ക് മാറ്റണം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഇതേപോലെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാനാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് എന്റെ മക്കള് ഈ ഒരു 75 കിലോഗ്രാമും 50 കിലോഗ്രാമും ആഡ് ചെയ്യുക. ദെൻ ക്വിന്റൽ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. ദെൻ ടോട്ടലി എന്ത് ചെയ്താൽ മതി, പിന്നീട് നിങ്ങൾ അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ഈ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇതാ ഇനിയിപ്പോ നമ്മളെ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേടാ. ഒരു ലോറി 4.5 ടൺ മണൽ വഹിക്കുന്നു. അത് എത്ര ക്വിന്റൽ മണൽ വഹിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇത് ടണ്ണിലാണ് നമ്മളെ യൂണിറ്റ് തന്നിരിക്കുന്നത്. സോ ഈ ചോദ്യത്തിന് ആൻസർ എന്തായാലും നിങ്ങൾ തന്നെയാണ് നമ്മളെ ചാറ്റ് ബോക്സിൽ പറയേണ്ടത്. ഇനി ആർക്കെങ്കിലും ഇതിന് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കഴിഞ്ഞ ലൈവ് എന്ന് പറഞ്ഞാൽ ഞാനും ശ്രുതി മിസ്സും അതുപോലെ അഖില മിസ്സും കൂടെ കഴിഞ്ഞൊരു വലിയൊരു ലൈവ് നിങ്ങൾക്ക് LSSന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിൽ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഈ ചോദ്യം ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ഒന്ന് പോയിട്ട് മസ്റ്റ് ആയിട്ടും കാണാം. ഇനി ആൻസറിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്സ് ആയാലും EVS ആയാലും മലയാളം ആയാലും ഒക്കെ. അപ്പൊ മിസ്സായവർ എന്തായാലും നിർബന്ധമായിട്ടും ആ ഒരു ലൈവ് കാണണം. അതുപോലെ ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ മാത്സിന്റെയും അതേപോലെ തന്നെ EVSന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും എല്ലാ സബ്ജക്റ്റും, നിങ്ങൾക്ക് LSSന് വേണ്ട എല്ലാ സബ്ജക്റ്റും ആയിട്ട് ഒരു അടിപൊളി മെഗാ മാരത്തോൺ ആയിട്ട് നാളെ രാത്രി ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്റെ മക്കളെല്ലാവരും നിർബന്ധമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ അറിയിക്കണം. സോ നോക്കാം അല്ലെ, ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര ക്വിന്റൽ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കണം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര ക്വിന്റലാണ്? ക്വിന്റൽ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചുരുക്കി എഴുതുകയാണ് കേട്ടോ. എത്ര ക്വിന്റൽ ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 4.5 ടൺ എന്ന് പറഞ്ഞാൽ എത്ര ക്വിന്റൽ ആയിരിക്കും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ.
സിമ്പിൾ ആയിട്ട് കിട്ടുന്ന പ്രോബ്ലം ആണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. ഇതിന്റെ ആൻസർ എന്തായാലും നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും LSS കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ലൈവിൽ നമ്മളെ മെഗാ മാരത്തോണിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. സീ യു.